ദൈവത്തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അഭിമന്യാതിരിമേനി വൈദിക ശ്രേഷ്ഠതയെ പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങൾ, വിശുദ്ധ പെന്തക്കോസ്ത് പെരുന്നാളിന് ശേഷം മൂന്നാമത്തെ ഞായറാഴ്ചയാണ് ഇന്ന്. And today's Gospel reading was from St. John's Gospel, chapter 6, verse 35 to 46. പ്രധാനപ്പെട്ട ഒരു കാര്യം വിശദീകരിക്കുന്ന ഒരു അധ്യായമാണ് സെൻറ്റ് ജോൺ ചാപ്റ്റർ 6 എന്നുള്ളത്. And he will have eternal life, everlasting life. And he will be having the resurrection, the final resurrection. ഇത് കർത്താവ് പഠിപ്പിക്കുന്നു. കർത്താവിൻ്റെ വചനങ്ങൾ, ഇറ്റ് ഈസ് ദ വേർഡ് ഓഫ് ഗോഡ്. And the same, his body and blood is the word incarnated. Jesus Christ, the word of God. So he has pronounced the word of God. So the revealed word of God through his teachings, that was the liturgy of the word. But the liturgy of the body and blood is the Eucharist, or the celebration of the Eucharist we do. വളരെ രസകരമായിട്ട് നമ്മുടെ പിതാക്കന്മാർ ക്രമീകരിച്ചിരിക്കുന്ന ഒരു യൂണിവേഴ്സൽ ആയിട്ടുള്ള റിയാലിറ്റിയാണ്. അതെല്ലാ സഭകളിലുമുള്ളതാണ്. ബിഫോർ എവരി സെലിബ്രേഷൻ, ക്രിസ്തുവിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ടുള്ളതാണ് നമ്മുടെ സെലിബ്രേഷൻസ് എല്ലാം. മാമോദീസായാണെങ്കിലും, തൈലാഭിഷേകമാണെങ്കിലും, വിവാഹമാണെങ്കിലും, മറ്റേ പള്ളികൂദാശ, പട്ടംപടി, എന്തായിരുന്നാലുമുള്ള വിശുദ്ധ കുർബാനയുമെല്ലാം. അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട സെലിബ്രേഷന് മുമ്പായിട്ട് there is the liturgy of the word. ലിറ്റർജി ഓഫ് ദ വേർഡ് എന്ന് പറയുന്നത് പഴയ നിയമവും പുതിയ നിയമവും എവങ്കേലിയൊക്കെ വായിക്കുന്നത് വരെയുള്ളത്. So globally, in every church of any tradition, we find the liturgy of the word first, and afterwards the liturgy of the body and blood of Christ, or other some baptism or other things after that. ഇതൊരു നല്ല ഒരു ക്രമീകരണമാണ്. കാരണം എന്താണെന്നറിയാമോ? Because he says, he who does not come to my words, എൻ്റെ വചനങ്ങൾ കേട്ട്, പിതാവിൽ നിന്ന് ഞാൻ വന്നവനാണ്, എൻ്റെ വചനങ്ങൾ കേട്ട് അനുസരിക്കാത്തവന് എൻ്റെ അടുത്ത് വരുവാനില്ല. അത് പിതാവാണ് നിശ്ചയിക്കുന്നത്. God the Father decides whether he has received the word of God and he is able to approach or to come to Jesus Christ. And those who are coming to Jesus Christ, they believe in Jesus Christ and they will become baptized, and thus the body and blood of Christ will be given to them. ഇതുകൊണ്ടാണ് സാധാരണ വിശുദ്ധ കുർബാനയ്ക്ക് മുമ്പ് എവങ്കേലി വായിക്കുന്നത് വരെയുള്ള ഭാഗത്താണ്, ലിറ്റർജി ഓഫ് ദ വേർഡിൻ്റെ ഭാഗത്താണ് മാത്രമാണ് ആളുകൾക്ക്, അല്ലെങ്കിൽ ക്രിസ്തു വിശ്വാസികളല്ലാത്ത കാറ്റക്യൂമൻസ്, പഴയ കാലത്തെ ഉള്ളതാണ്. കാറ്റക്യൂമൻസ് അത് സ്നാനാർത്ഥികളായിരിക്കുന്നവർ, വിശുദ്ധ സഭയിൽ ചേരാത്തവർ, അവർക്ക് നിൽക്കാനുള്ളത് ഈ എവങ്കേലി വായിക്കുന്നത് വരെയാണ്, liturgy of the word. And if they accept and get baptized, then they can continue in the holy celebration of the body and blood of Christ.
അപ്പോൾ ഇത് നല്ല ഒരു ക്രമീകരണമായിട്ട് നമ്മൾ വന്നിരിക്കുന്നത്. അതാ കർത്താവ് പറയുന്നത്, those who have not believed my words as I come down from God the Father, he cannot receive the body and blood of Christ. He cannot understand the mystery of the body and blood of Christ. ഇതാണ് നമ്മുടെ ആരാധനയിൽ നമ്മളെവിടെ ഉപയോഗിക്കുന്നത്. And the second aspect is, what is the body and blood of Christ? In chapter 6 verse 53 it said, my body is the real food for your life. My blood is the real drink for your life. എൻ്റെ ശരീരം സാക്ഷാൽ ഭക്ഷണം, എൻ്റെ രക്തം സാക്ഷാൽ പാനീയവുമാണ്. എന്തിനാണ് ട്രൂ ബോഡി ആൻഡ് ട്രൂ ബ്ലഡ് എന്ന് പറയുന്നത്? അതിൻ്റെ കാരണം, സാധാരണ ഫുഡ് നമ്മൾ കഴിക്കുമ്പോൾ ആ സാധാരണ ഫുഡിന് ഫുഡ് ഓർ ഡ്രിങ്ക് ഇറ്റ് ക്യാൻ സാറ്റിസ്ഫൈ. നമുക്ക് ശാരീരികമായ ഒരു സംതൃപ്തി ലഭിക്കും, ഒരു സന്തോഷം ലഭിക്കും. And also we will have growth in our body because of the vitamins in it. But that is temporary. And it fades away. Then again we have to receive it. But every time, or how many times we receive, it cannot prolong our life after our death. കർത്താവിൻ്റെ ശരീരവും രക്തവും എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് എ റിയൽ ബോഡി ആൻഡ് ബ്ലഡ്. ഇറ്റ് ഈസ് എ റിയൽ ഫുഡ് ആൻഡ് ഡ്രിങ്ക് ബിക്കോസ് ഇറ്റ് നർച്ചേഴ്സ് not only the spirit but also the body, and it transforms the body to eternal life. സാധാരണ ഫുഡിനെ നമ്മൾ വന്നാൽ ആ ഫുഡ് നമ്മൾ ഡൈജസ്റ്റ് ചെയ്തിട്ട് അതിൽ നിന്നുള്ള വൈറ്റമിൻസ് നമ്മൾ എടുക്കുക. വൈറ്റമിൻസ് ഓഫ് ദി നോർമൽ ഫുഡ് വി അബ്സോർബ് ഇൻ ടു അവർ ബ്ലഡ് ആൻഡ് വി ബിക്കം we will be growing in our stage. പക്ഷെ കർത്താവിൻ്റെ ശരീരരക്തങ്ങൾ അങ്ങനെയാണ്. അവൻ്റെ ശരീരരക്തങ്ങൾ അതിനെ നമ്മൾ ദഹിപ്പിക്കുകയല്ല, അത് നമ്മെ ദഹിപ്പിക്കുക ചെയ്യുക. Whenever the body and blood of Christ touches our tank, it transforms us. ബോഡിയെ നമ്മൾ ആ വസ്തുവിനെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുകയല്ല, അത് നമ്മളെ ട്രാൻസ്ഫർ ചെയ്യാണ്. ഇതാണ് അതിൻ്റെ വ്യത്യാസം. അതുകൊണ്ട് അത് നമുക്ക് നമ്മുടെ ശരീരത്തിന്, പാപം ചെയ്തിരിക്കുന്നതായ മനുഷ്യൻ്റെ ശരീരത്തിന് ഒരു ശുദ്ധീകരണം നൽകുന്നതാണ്. അത് സാധാരണ ഭക്ഷണത്തിന് സാധിക്കുകയില്ല. നോർമൽ ഫുഡ് cannot sanctify your body, but the body and blood of Christ sanctify your body and also assures the eternal life. അത് നമുക്ക് പുതിയ ജീവൻ, അല്ലെങ്കിൽ എന്നേക്കുമുള്ളതായ ജീവൻ നമുക്ക് വാഗ്ദാനം ചെയ്യുന്നതുമാണ്. അതാണ് ഈ റിയൽ ബോഡി ആൻഡ് ബ്ലഡ് എന്ന് പറയുന്നതിൻ്റെ കാരണം. സാധാരണ ഭക്ഷണവും കർത്താവിൻ്റെ ശരീരരക്തങ്ങളാകുന്ന ഭക്ഷണവും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. മൂന്നാമത് നമ്മെ പഠിപ്പിക്കുന്ന വലിയ ഒരു കാര്യം എന്താണ്? What is the after effect, or what is the actual benefit of the body and blood of Christ? അതിൻ്റെ ഫൈനൽ, അതിൻ്റെ സ്കോപ്പ് എന്ന് പറയുന്നത്, ഫൈനൽ ബെനിഫിറ്റ് എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് ദി റിസറക്ഷൻ ആൻഡ് ദി എറ്റേണൽ ലൈഫ്. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകും. എറ്റേണൽ ലൈഫാണ് കർത്താവ്. ആ എറ്റേണൽ ലൈഫ് തരുന്നത് എന്തുകൊണ്ടാണ്? ക്രൈസ്റ്റ് ഈസ് എറ്റേണൽ. അതുകൊണ്ട് ഹിസ് ബോഡി ഈസ് ഓൾസോ എറ്റേണൽ. When we receive that body, we will also be transformed to be in the eternity. അതാ പറയുന്നത്. നമ്മളും ആ നിത്യതയിലേക്ക്
ട്രാൻസ്ഫോം ചെയ്യപ്പെടുകയാണ്. ഇത് നമുക്ക് നൽകുന്ന വലിയൊരു പ്രോമിസാണ്. Our life is not going to be ended by physical death or biological death, but it will continue in its spiritual life. It is already transformed by receiving the body and blood of Christ, and it will be resurrected in the second coming of Christ. എന്തുകൊണ്ടാണ് നമ്മുടെ ശരീര രക്തങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ശരീരം കർത്താവിൻ്റെ ശരീരങ്ങൾ അനുഭവിച്ചു കഴിയുമ്പോൾ നമ്മുടെ അവയവങ്ങളിൽ കർത്താവിൻ്റെ ശരീര രക്തങ്ങൾ നിക്ഷിപ്തമായിരിക്കുക? അതാണ് നമ്മുടെ ദിവനാസ് ബർസ്ലിബിയുടെ കുർബാന ക്രമത്തിൽ 6ാമത്തെ തുവതൻ വായിക്കും. വാങ്ങിപ്പോവരെ ഓർക്കുന്ന 6ാമത്തെ തുവതൻ വായിച്ചു കഴിയുമ്പോൾ അച്ഛന്മാർ ചൊല്ലുന്നത്, കർത്താവേ, ഞങ്ങളുടെ വാങ്ങിപ്പോയവരോട് നിനക്ക് കരുണ തോന്നണമേ. എന്തെന്നാൽ യുവർ ബോഡി ആൻഡ് ബ്ലഡ് ആർ ഇമ്മേഴ്സ്ഡ് ഇൻ ദം. അവരിൽ ഉൾക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് അവരോട് കരുണ ചെയ്യണം. ആ ബോഡി ആൻഡ് ബ്ലഡ് ഉൾക്കൊണ്ടിരിക്കുന്ന ശരീരമായതുകൊണ്ടാണ് വാങ്ങിപ്പോയവരുടെ ശരീരത്തിന് മരിച്ചു കഴിയുമ്പോൾ വാങ്ങിപ്പോയവരുടെ ശരീരത്തിന് നമ്മൾ ധൂപം വെക്കുന്നുണ്ട്. അവരുടെ ശരീരത്തിന് മുകളിൽ നമ്മൾ തൈലം ഒഴിച്ചിട്ട് ഇത് നിത്യജീവന് വേണ്ടിയാണ് ഈ തൈലം ഒഴിക്കുന്നതെന്ന് പറയുന്നുണ്ട്. അവരെ എവർലാസ്റ്റിംഗ് ലൈഫ് വിൽ ബി മാനിഫെസ്റ്റഡ് ഇൻ ദ സ്പിരിച്വൽ വേൾഡ് ആഫ്റ്റർ ദി സെക്കൻഡ് കമ്മിങ് ഓഫ് ക്രൈസ്റ്റ്. ദിസ് ഈസ് വാട്ട് ജീസസ് ക്രൈസ്റ്റ് implies by coming to me and to become sanctified by body and blood of Christ, and will be given the everlasting life through resurrection. ഇതാണ് യഹൂദന്മാർക്ക് മനസ്സിലാകാതെ. അവർക്കത് എന്താണ് അതിനർത്ഥം? ക്രിസ്തുവിനെ കന്യമറിയാമിൻ്റെയും യോസേഫിൻ്റെയും മകനായി മാത്രമേ കണക്കാക്കാൻ സാധിച്ചു. അതുകൊണ്ട് they could not receive him, and they could not get the everlasting life or the eternal life. അതിനെ ഉൾക്കൊള്ളുവാൻ അവർക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അതാണ് കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നത്. സോ when we are approaching the table of God, approaching the Holy Eucharist, we must have that understanding that this is for the remission of sins. At the same time, it imparts or it renews our eternal life, everlasting life in us. ഈ എവർലാസ്റ്റിംഗ് ലൈഫ് ഉണ്ടെങ്കിൽ നമ്മുടെ പാപം മുഖം അതിനെ നമ്മൾ പാപം കൊണ്ടുള്ള മൂടി വെക്കുന്നത് കൊണ്ട് ആ മൂടി എടുത്ത് വീണ്ടും കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ പരിഹാരത്തിനുമായിട്ട് നമുക്ക് വിശുദ്ധ കുർബാന ലഭിക്കുന്നു. സോ എവറി ടൈം വി റിസീവ് ദി ഹോളി യൂക്കറിസ്റ്റ് we are renewed in the everlasting life, which will be finally, for the time being we are renewing it in the physical world, but we will have that finality in the resurrection. There the everlasting life will be continued forever in the spiritual dimension. God bless you all.